ഇന്ന് ആക്ച്വലി ഈ ചെറിയ കൗച്ചിൽ ഒരു ബഹളമായി എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചും വെച്ചിരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, മടി കൊണ്ടാണ്. അതായത് 2 എടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് 3 കൂടെ നല്ലപോലെ നെഞ്ചു വെച്ചിരിക്കാനുള്ള അത് ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതിനകത്ത് തന്നെ അങ്ങ് പോകുന്നത് അല്ലേ. പിന്നെ ഞങ്ങളൊരു ഹാർഡ് ഡിസ്ക് കളഞ്ഞു അല്ലേ. ഹാർഡ് ഡിസ്ക് കളഞ്ഞു പോകുന്നതിൻ്റെ ഒരു ടൈമാണല്ലോ ഇപ്പോൾ. അതെ. സോ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുത്തി പറഞ്ഞു പോലാണല്ലോ. ഇല്ല കുത്തിയിട്ടില്ല, കുത്താൻ പോകുന്നല്ലോ. കുത്താൻ പോണല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. വെയിറ്റ്. അപ്പോൾ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമയുള്ള കണ്ണപ്പയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടുനോക്കാം. മലയാളത്തിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ ഇപ്പടത്തിൽ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. പ്യുവർ പാൻ ഇന്ത്യൻ, കാരണം എല്ലാ ആൾക്കാരുണ്ട്. നിന്റെ വലത് കൈ ഇടത് കൈയുടെ പോയി പുള്ളിക്കരിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് കണ്ണപ്പയുടെ ട്രെയിലർ കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി എല്ലാത്തിനും സംസാരിക്കാം. ഒരുപാടുണ്ട് പറയാൻ. തെലുങ്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് മലയാളമൊക്കെ എടുക്കാം ഇടയ്ക്ക് എപ്പോഴേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഏതിൻ്റെ ആയിരുന്നു നമ്മൾ കണ്ടപ്പം? ബാലയുടെ ട്രെയിലർ കണ്ടപ്പോൾ അതിന്റെ മലയാളവും കണ്ടു. ഇതിന്റെ അല്ലേ കണ്ണപ്പടല്ലേ പറഞ്ഞത്? കണ്ണപ്പ നമ്മൾ കണ്ടില്ലല്ലോ. ടീസർ നമ്മൾ ചെയ്തില്ല. ബാലയുടെ ഈയുടെ മറ്റേ അഖണ്ഡയുടെ കണ്ടപ്പോൾ അല്ലല്ല മറ്റേത് ഏതായിരുന്നു? മറ്റേ ഹിറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹിറ്റിൻ്റെ ഹിത്രിയുടെ ഏതോ. അപ്പോൾ നമുക്ക് കണ്ണപ്പയുടെ ട്രെയിലർ കാണാം. കല്ലെടുത്തൊരുങ്ങി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ കല്ലാണോ ഇവിടെ എത്തിയത്? ശിവൻ അക്കിയണ്ണൻ. ഞങ്ങൾ ഫാൻസ്. എന്ത് ലിംഗം എന്നാ പറഞ്ഞേ? ആത്മലിംഗോ എന്ന് പറഞ്ഞേ? വായുലിംഗം അല്ലേ? അത് നമ്മുടെ ദുര്യോധനല്ലേ മഹാഭാരതത്തിലെ? അതെ. ഇതുവരെ വളരെ ശരിയാണ്. ശരത് കുമാർ. പ്രദീപ്, ഞങ്ങൾ ഫാൻസ് ഹാപ്പിയാണ്. വാച്ച് ഇറ്റ് ഫോർ ദ പ്ലോട്ട്. ഷീസ് ദ പ്ലോട്ട്. దైవతిని ధిక్కరించేవాడికి పెద్దల మాటకు విలువ ఇవ్వనోడికి ఈ కూటమిలో చోటు లేదు. ഇവിടെ ലാലേട്ടനോടെ അവനതാ ചോദിക്കുന്നു. తప్పు మావాలా అనుకోడు. ఇలాంటి వాడు మీకు గొప్ప భక్తుడవుతాడని నమ్మకం ఏంటి ప్రభు? కాజల్ కాజలాണോ? నేను ఆ సమయం కోసం ఎదురు చూస్తూ ఉన్నాను. ഏയാണ് రుద్రా. ప్రభాస్ గారు. ఎవరు నువ్వు? ఆ పెద్దోళ్ళందరికంటే నేనే పెద్దోళ్ళు. భక్తుడా ఈ సృష్టిలో లేడు. പുള്ളി മറ്റേ ഫേമസ് ഇവിടെ മോനെ. నీ దేవుడు తోడుదొంగలే. എടാ ഏട്ടനോടെ അതല്ലേ ഒരു മിന്നായം പോലെ കാണിച്ചുള്ളൂ ഏട്ടനെ. శివయ్యాని మనసారా పిల్లు అది జన్మలో జరగదు. నీకన్నా గొప్పవాడొకడు ఉన్నాడని తెలిసి అతని పొట్టల పిల్ల తెక్కొట్టించింది నువ్వే కదా. ലിപ്പ് എന്തോ ഇല്ലേ? പുള്ളി മലയാളത്തിലാണ് സംസാരിച്ചേനി. കൈലാസത്തിലിരുന്ന് ശിവനിത് കാണാം. ട്രൂ സ്റ്റോറി. അതെല്ലാം കൊള്ളാം, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അതെനിക്ക് മനസ്സിലായില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ആളുണ്ടാവും. അല്ല, ഈ കണ്ണപ്പവരെ കാണണമെന്ന് പറയുന്നുണ്ട് അവർ. ശരിയാ. പഴയ അതോ വലിയ ശിവൻ ശരിക്കും വന്നു. അറിയത്തില്ല, അത് അവരോട് ചോദിക്കണമല്ലോ. ശിവൻ വന്ന് കാണത്തില്ല. ശിവൻ അവിടെ ഇരിക്കുന്നു. രുദ്ര അയച്ചേക്കല്ലേ? രുദ്ര ശിവൻ മേടിയിൽ നിന്ന് കാണുകയാണ്. ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇയാൾ എന്തോ ഈ കാണിക്കുന്നത്, ഈ താഴെ ഇരിക്കുന്നവൻ. നമുക്ക് മാത്രം ബ്ലൂ സ്ക്രീൻ തന്നിട്ട്. അതെ. അതായത് എനിക്കൊന്ന് കാജലിൻ്റെയും അക്കിയുടെയും 2 ദിവസത്തെ ഡേറ്റേ ഉള്ളൂ. അത് 2 ദിവസം കൊണ്ട് പടത്തിലുള്ള എല്ലാ സീനും ഷൂട്ട് ചെയ്ത് തീർത്തു. റിലാക്സിങ് ആയിട്ട് ഷൂട്ട് ചെയ്യും. AC-യിൽ ഇൻഡോർ ഒരു ബ്ലൂ സ്ക്രീനുള്ളിൽ നിന്ന് എടുത്തു തീർത്തു.
അപ്പോൾ ബോളിവുഡിനെ പിടിച്ചു. പിന്നെ ഉള്ളത് ലാലേട്ടൻ, മോളിവുഡിനെ പിടിക്കാൻ വേണ്ടി. ലാലേട്ടന് 10 മിനിറ്റത്തെ ക്യാമിയോ എന്താ പറയുന്നത്? 15. 15. പിന്നെ പ്രഭാസ് ഗാരും ക്യാമിയോ. പിന്നെ അങ്ങനെ ഈ പടത്തിൽ നായകനൊഴിച്ച് ബാക്കി എല്ലാവരും ക്യാമിയോ ആണ്. ആക്ച്വലി മേക്കപ്പ് ആൻഡ് ലുക്ക് കറക്റ്റായിട്ട് വന്നേക്കുന്നത് പ്രഭാസ് ഗാരുവിനാണ്. അവൻ്റെ ലുക്കുള്ള പിന്നെ പ്രഭാസ് ഗാരുവിൻ്റെയും പിന്നെ മറ്റേ നമ്മുടെ രണ്ടാമത്തെ ശരത് കുമാറിൻ്റെ രസമുണ്ടായിരുന്നു. നായകന്റെ നമ്മൾ പക്ഷേ ഫസ്റ്റ് ടൈം കാണുമല്ലോ. ഇതിനു മുമ്പ് ഇവന്റെ കുറെ പടം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉദയപുര സുൽത്താൻ അതൊക്കെ റീമേക്ക് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരൊറ്റ കാര്യത്തിലുണ്ട്. കാരണം ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ പുള്ളിയായിരിക്കും. ആദ്യത്തേതും അവസാനത്തേതും അത് പുള്ളിയായിരിക്കും എൻ്റെ വലിയ പ്രശ്നം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് അറിയാലോ, പിന്നെ ഏട്ടൻ്റെ കാര്യത്തിൽ ഏട്ടനെ 100% ഷുവറായിട്ട് ഏട്ടൻ ഏറി കയറും. അതിപ്പോൾ എന്നാ നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളിയെ പിടിച്ച് ഏറി കയറ്റും. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ല, പുള്ളിയുടെ ലുക്ക് ആൻഡ് ഫീല് ഭയങ്കര കുറച്ച് നാടകം ഫീലാണ്. പുള്ളിയും പിന്നെ അക്ഷയകാരും നാടകമല്ല, സീരിയൽ. അക്ഷയകാര് വരുന്നത് മറ്റേ പുരാണ സീരിയലിൻ്റെ സെറ്റിൽ നിന്ന് വരുന്നവരെ. അതായത് പണ്ട് നമ്മൾ ഈ സീരിയൽ കാണുമ്പോൾ അതിനകത്ത് ശിവനും പാർവതി ഇരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതേ സെറ്റിംഗാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവർക്ക് അതിനെ ഒന്ന് ഇത് പുതുക്കി ഒരു വേറൊരു വേർഷൻ ഉണ്ടാക്കണം, അങ്ങനെയുള്ള വലിയ മെനക്കെട്ടൊന്നുമില്ല. മലയാളത്തിൽ കേട്ടിടത്തോളം ഡയലോഗ് ഭയങ്കര ബേസ് ലൈൻ ഡയലോഗാണ്. ഒരു സാധനമുണ്ട്, അതെടുക്കാൻ ദുഷ്ടന്മാരുടെ വായുലിംഗം എടുക്കാൻ വേണ്ടി വില്ലന്മാർ വരുന്നു, അവസാനം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് പ്രൊട്ടക്ട് ചെയ്യും, എന്നൊക്കെ വലുതല്ല. ആ ലൈൻ ഓഫ് ബേസ് ലൈൻ ഡയലോഗ് റൈറ്റിംഗ് ഇന്ന് ചിലവാകുമെന്ന് അറിയില്ല. പിന്നെ സ്വിറ്റ്സർലാൻഡും അങ്ങനെയുള്ള ഈ പടം ചിലവാകേണ്ടത് തെലുങ്കന്മാർക്കാണ്. അവിടെ അത് ചിലവാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ആർക്കും ഒരു പ്രതീക്ഷയില്ലല്ലോ. തെലുങ്കിലും ബോളിവുഡിലും ഈ സിനിമയ്ക്ക് കുറച്ച് പേര് കണ്ടാലും നമ്മുടെ ഇവിടെ ഇത് റീലോഡ് റോസ്റ്റ്, ഫിൽമി ഷെക്കിനൊക്കെ അടുത്ത അവർക്കൊരു 1 മില്യൺ വ്യൂസ് അടിക്കാനുള്ള സാധനമാണ്. അങ്ങനെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. അവരൊക്കെ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ പ്രിൻ്റ് വരുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, റിലീസ് റോസ്റ്റ് അടിക്കുന്നു. 20-ാം തീയതി 20 അല്ലേ? 27 ജൂൺ 27-ാം തീയതിയാണ് റിലീസ്. ഈ മാസം ഉണ്ടല്ലോ. ഈ മാസം മഴയായിരിക്കും നമുക്ക് മൊത്തത്തിൽ അല്ല, മഴയായതുകൊണ്ട് അത്രയും 15 പേര് വരാനിരുന്നത് അവരും വരത്തില്ല. അതെ 15 പേര്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എത്ര പടം കാണാൻ പോയിട്ട് ആളില്ല, 10 പേര് വന്നാലേ ഷോ നടക്കുന്നുള്ളതൊക്കെ. കഴിഞ്ഞ റിലീസസിനൊക്കെ ആൾ വളരെ കുറവായിരുന്നു മഴ കാരണം. അത് തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ട്രെയിലർ ലോഞ്ചിന് കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടനെ പൊക്കി 2 ഡയലോഗ് അടിക്കും. ഇപ്പോൾ ലാലേട്ടൻ പറയുന്നു, അപ്പോൾ ലാലേട്ടൻ ഒരു പ്രസ്താവന അടിച്ചു. അതായത് തെലുങ്ക് നാട്ടിൽ അവരുടെ അവിടുത്തെ ആരാധകർക്ക് ഒരു സിനിമയും അവർ പരാജയപ്പെടുത്തത്തില്ല. അവിടെ 99% പടങ്ങൾ വിജയിക്കും. എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ എല്ലാ സിനിമയും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഓഡിയൻസ് അങ്ങനെ ചിന്തിക്കാത്തത്? അങ്ങനെ എല്ലാവരും ചിന്തിച്ച് എല്ലാവരും പടം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഹിറ്റ് ആവത്തില്ലേ? എന്താ അങ്ങനെ ചെയ്യാത്തത് നമ്മൾ? ഞാനെല്ലാം പടം കാണുന്നുണ്ട്. പിന്നെ അതാണ് പ്രേക്ഷകരോട് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് എല്ലാ പടം തിയേറ്ററിൽ പോയി കാണുന്നില്ല? നിങ്ങൾ പോയി കാണണം, എല്ലാ സിനിമയും വിജയിപ്പിക്കൂ. ലാലേട്ടൻ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോഴത്തെ സ്ഥിതിക്ക് പുള്ളിക്കത് പറയേണ്ട ആവശ്യമില്ല, പുള്ളിയോടെ മാത്രമേ വിജയിക്കുന്നുള്ളൂ. അല്ല, എനിക്ക് ഇമ്പാരി വർത്താനം കേൾക്കുമ്പോഴേ, അതായത് എല്ലാ പടം പോയി കണ്ട് വിജയിപ്പിക്കണം. പടം കൊള്ളാമെങ്കിലല്ലേ ഇത് വിജയിക്കത്തുള്ളൂ. അതിപ്പോൾ നമ്മളിതിലില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് കയറി. അതെ, അല്ല ലാലേട്ടൻ ഇപ്പൊ കത്ത് നിൽക്കുക, അതുകൊണ്ട് പുള്ളി ഇറക്കാറില്ല. പക്ഷെ നമ്മളെ പുള്ളിയുടെ സ്ട്രീക്കില് ഇനി എന്തോ അടുത്തവരാണ് മറ്റേത് ഋഷഭയുണ്ട്, ഹൃദയപൂർവ്വം 2 ഉണ്ട്. ഇത് പുള്ളിയുടെ പടമായിട്ട് അല്ലല്ല. ഇത് ഇപ്പൊ ഇവിടെ ആൾക്കാർ പോകുമ്പം തിയേറ്ററിൽ ഇവിടെ ഈ പടത്തിന് കയ്യടി വീഴുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എൻട്രി ചിലപ്പം എന്തേലും ഈ പടത്തിൽ കാണും, പക്ഷെ അത് നമുക്ക് പറ്റുന്നതായിരിക്കത്തില്ല. ഈ ലൊക്കേഷൻസ് അല്ലേ കവർ ചെയ്തേക്കുന്ന, അങ്ങനെ കുറച്ച് നല്ല സീൻസ് കാണും. ലൊക്കേഷൻ ബേസ്ഡ്, കാരണം നല്ല രസമുണ്ട് ഫോട്ടോഗ്രാഫി. പക്ഷേ ഈ പടത്തിൽ കണ്ടത്രയും ഇങ്ങനത്തെ വേഷം കെട്ടിപ്പോയി അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ഫീല് കുറച്ചുണ്ട്. അതെ, ഈ ഗ്രാമം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇപ്പം മറ്റേ ഇതില്ല, നമ്മുടെ സൂര്യയുടെ പടം കങ്കുവ വൈബിൽ കുറെ വില്ലന്മാർ ഇറക്കിയിരിക്കുന്നത് ഇതിനകത്ത്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേത് അതിനകത്ത് അങ്ങനെ വരാത്തായിരുന്നു. അതന്നെ വർത്തമാനം അങ്ങനെ പറഞ്ഞത്. ശിവയുടെ പടം എന്ന് പറഞ്ഞാൽ എന്നെ പടമാണ്. ഈ ഗ്രാമം അതിനകത്തൊന്നും ഒരു ലൈഫൊന്നും ഇല്ല. അയാത് ഗ്രാമം കാണിച്ചിട്ടില്ല. ലൈഫുള്ള ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്. അയാത് ഗ്രാമം നിരന്ന് നിൽക്കുക പാനിന്റെ സ്റ്റാർസ് ലൈഫുള്ള ആൾക്കാർ. മറ്റേ ഗ്രാമമൊക്കെ കാണിക്കില്ല, കുറെ പേര് നിരന്ന് നിൽക്കുമല്ലോ. അവിടെ എന്ത് ലൈഫുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവിടെ ജീവനുണ്ടല്ലോ എല്ലാവർക്കും. ജീവനുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും. പിന്നെ ലൈഫില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഇത് ഇവന് വിശ്വാസമില്ല അങ്ങനെ ഞാൻ പറയാം, കണ്ണപ്പ നമുക്ക് ഫണ്ണായിരിക്കും തിയേറ്ററിൽ, അത് 100% ഷുവറാണ്. ഒരു എൻ്റർടൈനർ ആയിരിക്കും, നിങ്ങൾക്ക് ചിരിക്കാം, അതുള്ള സാധനം ഉറപ്പായിട്ട് പടത്തിലുണ്ടാവും.
അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ലെവൽ മലങ്കൾട്ടാകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. ആ ലെവലിലേക്ക് പോകാതെ ചിലപ്പോൾ അതിന് താഴെ നിൽക്കും. അതെനിക്ക് തോന്നുന്നില്ല ഈ മലങ്കിൾട്ടാവാൻ ചാൻസ്. പക്ഷെ ഇത് അൺഇൻട്രസ്റ്റിംഗ് ഒരു എങ്ങനെ അറിയാം ഇത് മലങ്കൾട്ടാവാൻ പോകുന്നതിനുള്ള റീസൺ എന്തായിരിക്കും അറിയാം? ഡബ്ബിങ് ആയിരിക്കും. അതായത് നമ്മളിവിടെ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളം വേർഷനാണ്. അപ്പോൾ ഈ മലയാളം വേർഷനും ഈ പരിപാടിയും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓഡിയൻസിന് അതുമായിട്ട് കണക്ട്. ഒന്നാമത് കണക്ട് ആകാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പം തന്നെ ഒരു പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ട് മെജോറിറ്റി. ഇപ്പോൾ ഓൺലൈനിലെല്ലാം ഈ സാധനം ഏറില്ല. ഏട്ടനും എല്ലാവരും ഏറെ കിടക്കുക സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുൻധാരണയിൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ആൾക്കാർ ഓൾറെഡി അത് ചിരിച്ച് ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൊതുവേ ഈ പറയുന്ന പോലെ ഒരു പടം കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ അതിനെ കളിയാക്കി ആസ്വദിക്കുന്നതിനൊരു ഒരു മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഇപ്പം കുഴപ്പമില്ലാത്ത പടമാണെങ്കിലും അതിനെ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങനെ അങ്ങ് പോയാലോ ശരിയാവുന്നേ വാ അത് ശരിയായില്ല. അത് മറ്റേ രാജംബിത പടത്തിൽ പറയുന്നില്ല ആ പരിപാടി. അപ്പോൾ കണ്ണപ്പ ജൂൺ 27 റിലീസാണ്. നമ്മൾ ഏതായാലും കണ്ണപ്പ കാണുന്നുണ്ടായിരിക്കും. കണ്ടിട്ട് നമ്മൾ കണ്ണപ്പയെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും.